സുഹൃത്തുക്കളെ, അധികാരം കിട്ടിയതിനു ശേഷം നമ്മുടെ മുസ്ലിം ലീഗുകാർ അവരുടെ സംസാരത്തിന്റെ അവരുടെ വിമർശനത്തിന്റെ കുപ്പായം എവിടെയോ അഴിച്ചിട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. നമുക്കറിയാം, വഖഫ് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. ഈ പുതിയ നമ്മുടെ മോദി ഗവൺമെന്റ് തീരുമാനപ്രകാരം വഖഫ് ബോർഡ് ആയിക്കോട്ടെ, ഏത് ബോർഡ് ആയിക്കോട്ടെ, ആ ബോർഡിൽ മുസ്ലിങ്ങൾ ബോർഡായാലും അവിടെ ഒരു അമുസ്ലിം കൂടി 2 കൂടി വേണം എന്നൊരു തീരുമാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് പിണറായി വിജയൻ ഭരിക്കുന്നിടയ്ക്ക് ഇങ്ങനെ 2 അമുസ്ലിങ്ങൾ കൂടി അതിലേക്ക് തിരികെ കയറ്റണമെന്നുള്ളൊരു ആവശ്യം വന്നായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും അത്തരം ഒരു തീരുമാനത്തിന് അനുകൂലമായി നിന്നിട്ടില്ല. ആര്? നമ്മുടെ പിണറായി വിജയൻ. അല്ല, ഇപ്പോൾ ഒരു പുതിയ സംഗതി വരുന്നത് നമ്മുടെ വളരെ രസകരമായിട്ട്, വളരെ ഭംഗിയായിട്ട് വി.ഡി. സതീശൻ ഒരു ഗംഭീര നുണ ഉണ്ടാക്കി പറയുകയാണ്. എന്തിനാണ് എല്ലാ പ്രശ്നവും പിണറായി വിജയനെ തലക്കിടുന്നത് എന്നുള്ളതാണ്. പറയുകയാണ്, പിണറായി വിജയൻ ഉള്ള കാലത്ത് തന്നെ, അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് തന്നെ അതിൽ 2 അമുസ്ലിങ്ങളെ തിരികെ കയറ്റാനുള്ള സംഗതിയിൽ റെഡിയായിരുന്നു, ഒപ്പുവെച്ചിരുന്നു. മഹാനുണ. നമുക്കറിയാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ പി രാജീവ് പറയുന്നു, മുഖ്യമന്ത്രി ഇംഗ്ലീഷിലും മലയാളത്തിലും നുണ പറയുകയാണ്. മുഖ്യമന്ത്രി ഇംഗ്ലീഷിലും മലയാളത്തിലും നുണ പറയുകയാണെന്നാണ് ഇപ്പോൾ നമ്മുടെ പി രാജീവ് പറഞ്ഞു വയ്ക്കുന്നത്. എന്ത് നുണ പറയുന്നത്? അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുമെന്ന് LDF സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല. നിലവിലെ സ്ഥിതി തുടരാൻ ഈ സർക്കാരിന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടാമായിരുന്നു. എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? അങ്ങനെയാണെങ്കിൽ ഇതാ ചോദ്യങ്ങളുടെ നമ്പർ 1 തുറന്നു വരുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഭരണം നടക്കുന്നത്? BJPക്ക് വേണ്ടിയിട്ടാണോ? ഇവിടുത്തെ കോൺഗ്രസ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു BJPയുടെ B ടീമായിട്ടാണോ V.D. സതീശൻ മേനോൻ നമ്മളുടെ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ ഭരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പി രാജീവ് അടക്കം ചോദിക്കുന്നത്. നിലവിൽ എന്താ സ്ഥിതി? മുസ്ലിങ്ങൾ മാത്രമാണ് ആ വഖഫ് ബോർഡിലുള്ളത്. ആ നിലവിലെ സ്ഥിതി തന്നെ തുടരട്ടെ എന്ന് ഇവിടുത്തെ ഗവൺമെന്റിന് പറയാമായിരുന്നു. എന്തുകൊണ്ട് V.D. സതീശൻ മേനോൻ അങ്ങനെ പറഞ്ഞില്ല എന്നാണ് പി രാജീവ് ചോദിക്കുന്നത്. എത്ര വൃത്തിയുള്ള ചോദ്യമാണെന്ന് ആലോചിച്ചൊക്കെ. ഇനി വേണമെങ്കിൽ അദ്ദേഹത്തിന് ചില നുണകളൊക്കെ ഒന്ന് കേൾക്കാം. മുസ്ലിങ്ങളെ UDFനും ഈ സർക്കാരിനും എതിരാക്കുന്നതിന് വേണ്ടി തെറ്റായി നടത്തിയ വർഗീയ പ്രചാരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഈ ഹർജി തള്ളണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ ഹർജിക്ക് മുമ്പ് തന്നെ ഇത് നിയമിച്ച സമയത്ത് ഈ 2 അമുസ്ലിം അംഗങ്ങളെ ഞങ്ങൾ നിയമിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ സർക്കാരാണ് അദ്ദേഹത്തിന്റെ സർക്കാർ. ഞങ്ങൾ ഈ പരാതി മാത്രമല്ല, 4 പ്രധാനപ്പെട്ട പരാതികൾ വന്നപ്പോൾ ഞങ്ങൾ ആ പരാതികൾ പരിശോധിച്ച് വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പക്ഷെ ഈ ഹർജികൾ തള്ളണം, ഗവൺമെന്റ് ചെയ്തോളാന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഈ സ്റ്റാൻഡിനെയാണ് വഖഫ് ബോർഡ് പോയി സുപ്രീം കോടതിയിൽ പോയി ഉയർത്തിക്കാട്ടിയത്. ഹർജി തള്ളണമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടും ഹൈക്കോടതി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി തരുന്നില്ല. വഖഫുമായി പറഞ്ഞ എല്ലാം ശരി. ഇനി അതാണ് രസകരമായ കാര്യം. ഇവിടെ V.D. സതീശൻ മേനോൻ പറയുന്നത് എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്കിനി പി രാജീവ് അറിയാം കൃത്യമായിട്ട്. വഖഫുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാവാത്തത്, തൊട്ടപ്പുറത്തിരുന്നിട്ട് തങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, തങ്ങളെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഈ ലീഗുകാർ എന്താണ് തിരിച്ചറിയാത്തത്? അത് ലീഗുകാർ അവരുടെയൊക്കെ പ്രതിഷേധത്തിന്റെ അഗ്നിയൊക്കെ വല്ല ബിരിയാണി ചെമ്പിൽ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചു വെച്ചോ? കേൾക്ക്. നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ എങ്ങനെയാ ഇത്രയും ആധികാരികമായി പറയാൻ പറ്റൂ? ഇംഗ്ലീഷും മലയാളത്തിലും പറഞ്ഞ നുണയാണ്. മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷിൽ പറഞ്ഞതും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? വഖഫ് ആക്ടുമായി ബന്ധപ്പെട്ട കേട് സുപ്രീം കോടതി തള്ളിയില്ലോ, ബൈൻഡിങ് ആയി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് കേസാ സുപ്രീം കോടതി തള്ളിയേക്കുന്നത്? സുപ്രീം കോടതി സ്റ്റേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റേ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു, BJPക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് പറയാം. ഇത് സുപ്രീം കോടതി കൺസിഡർ ചെയ്യാൻ പോവല്ലേ? ഡേറ്റ് ഇട്ടിട്ട് പോലും ഇല്ല. കേരളം, അദ്ദേഹം ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഗവൺമെന്റ് അതിൽ കക്ഷിയാണ്. കക്ഷിയാകാൻ വേണ്ടി നമ്മൾ അപേക്ഷ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആ കേരളം നൽകിയതിനകത്ത് 12ാമത്തെ പാരഗ്രാഫ് ക്രിസ്റ്റലി ക്ലിയർ ആണ്. അതിൽ നമ്മൾ 3 ഭാഗം പറഞ്ഞു. വഖഫ് എന്നുള്ളത് ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അത് കൈകാര്യം ചെയ്യുന്നതിൽ അമുസ്ലിമുകൾക്ക് അവിടെ ഉൾപ്പെടുത്തുന്നത് യുക്തിരഹിതമാണ്. കൃത്യമല്ലേ? അത് നടക്കില്ല എന്ന് LDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് തന്നെ അത് അവിടെ കേസും മറ്റുമായിട്ടൊക്കെ എടുക്കുന്നതാണ്. അതേ നിലപാട് തന്നെയാണ് ഞങ്ങളുടേതും എന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് V.D. സതീശൻ മേനോൻ ഗവൺമെന്റിന് പറയാമായിരുന്നു. പക്ഷേ അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല,
BJPക്ക് വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാമെന്നുള്ള നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാനൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് BJPയുടെ ഒരു ബി ടീമാണ്. ലീഗർക്കൊക്കെ മനസ്സിലാവേണ്ടതാണാവോ. ബൈ.